ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു മാധ്യമങ്ങളും കൊടുക്കാത്ത പല വാർത്തകളുമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല പ്രേക്ഷകരും നമ്മളോട് ചോദിക്കുന്നത് ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? പല ആൾക്കാരും ഇത് ഫേക്ക് ന്യൂസ് ആണോ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അറബ് നാറ്റോടെ വാർത്ത കൊടുത്തപ്പോൾ പല ആൾക്കാരും വന്ന് പറഞ്ഞു ഇത് വേറെ ഒന്നിലും കണ്ടില്ലല്ലോ. പക്ഷെ അതിന്റെ വാർത്തയും അതിന്റെ ഫോളോ അപ്പും ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഒരു പ്രശ്നം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല പല മാധ്യമങ്ങളും എടുക്കുന്നതിന് മുമ്പെയാണ് നമ്മൾ പല വാർത്തകളും ചർച്ച ചെയ്ത് കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അതുപോലൊരു വാർത്ത, പുതിയൊരു വാർത്ത എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരെ അറിയാനായിട്ട് സാധ്യതയില്ല. പക്ഷെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട്. സെർച്ച് ചെയ്യേണ്ട രീതിയിൽ സെർച്ച് ചെയ്താൽ ചൈനയുടെ ഒരു പടക്കപ്പലുണ്ട്, യുവാങ് വാങ് എന്നാണ് ഈ പടക്കപ്പലിന്റെ പേര്. 5 മിസൈൽ ട്രാക്കിംഗ് കപ്പൽ, അതായത് 5 മിസൈൽ ട്രാക്കിംഗ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ മലാക്ക കടൽ ഇടുക്ക് വഴി പ്രവേശിച്ചിരിക്കുകയാണ്. US-നും ഇന്ത്യക്കും സുരക്ഷാ ആശങ്കകളാണ് ഇത് ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ത്യൻ ഓഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഷനാണ്. ആ ഓഷനിൽ അങ്ങനെ ആർക്കും പ്രവേശിക്കാനുള്ള അധികാരം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ എയറോസ്പേസിലും ആർക്കും പ്രവേശിക്കാനുള്ള അധികാരമില്ല. ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെടിവെച്ചിടും, അല്ലെങ്കിൽ നമ്മൾ അനുമതി മേടിക്കണം. നിങ്ങളുടെ എയറോസ്പേസ് യൂസ് ചെയ്തോട്ടെ. അപ്പൊ ഇന്ത്യ പറയും യൂസ് ചെയ്തോളൂ, ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് പറയും. അതുപോലെ തന്നെയാണ് കടൽ മാർഗങ്ങൾ, വാണിജ്യത്തിനായിട്ടുള്ള പല ട്രേഡിനായിട്ടുള്ള പല റൂട്ടുകളും ഇന്ത്യ തുറന്നു കൊടുത്തിട്ടുണ്ട്. പല കരാറുകൾ പ്രകാരം കൃത്യമായിട്ട് അത് നടത്തുന്നുമുണ്ട്. ഈ ചൈനയുടെ യുവാങ് വാങ് 5 മിസൈലും ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചത് ബീജിംഗിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര രഹസ്യാന്വേഷണ ശേഷികളെക്കുറിച്ച് അമേരിക്കയിലും ഇന്ത്യയിലും പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. നമുക്കറിയാൻ വെച്ചിട്ട് ഈ ബീജിംഗ് അല്ലെങ്കിൽ ഈ ചൈന ഈ ഇന്ത്യൻ ഓഷൻ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ചാരക്കപ്പൽ വന്നിരുന്നല്ലോ, നമ്മുടെ ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖത്തിൽ വന്ന് ഡോക്ക് ചെയ്തിരുന്നല്ലോ. അതിനെ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ത്യ തടുത്തത്. അന്നും ഇന്ത്യ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അത് തടുത്തത്. അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഇന്ത്യക്ക് അത് തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയിലേക്ക് ആ കപ്പൽ വന്നു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് ടെറൈനും ആ ചാരക്കപ്പൽ വഴി ദക്ഷിണേന്ത്യ സമ്പൂർണ്ണമായും അതിന് ട്രാക്കിലാക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അതിന്റെ പ്രത്യേകത. നമ്മുടെ കൃത്യമായിട്ടുള്ള ടെറൈനും മുക്കും മൂലയും അതിനെ അരിച്ചു പറക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പലരും ഉയർത്തിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നതിന്റെ തൊട്ടടുത്താണ് കപ്പൽ വന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ദൂരമില്ല. ശ്രീലങ്കയും തിരുവനന്തപുരവും തമ്മിൽ അതിന്റെ അടുത്താണ് വന്ന് കിടക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് അവർ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇപ്പോൾ സമാനമായ ഒരു കപ്പൽ വീണ്ടും വരികയാണ്. പക്ഷേ ഇതിനെ തടുക്കാൻ ഇന്ത്യ ഒരു വലിയ പ്രോജക്റ്റ്, ഇന്ത്യയുടെ തലവര തന്നെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് ഇന്ത്യ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രോജക്റ്റ് നടപ്പാകാതിരിക്കാനുള്ള കാരണം സോണിയാഗാന്ധിയും ജയറാം രമേശും കോൺഗ്രസും ഒക്കെയാണ്. എന്താണ് ഈ ചൈനയുടെ മനസ്സിലുള്ളത്? എന്തിനാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ ഓഷനിൽ വരുന്നത്? ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മലാക്ക കടലിടുക്കിൽ എത്തി നോക്കാൻ പോയിട്ട്, ചൈനയുടെ ഒരു എനർജി സോഴ്സ് ആണ് ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. ഈ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് ഇവന്മാർക്ക് തടയിടാനായിട്ട് ഈ മലാക്ക സ്ട്രേറ്റില് സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പീൻസ് എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായിട്ടുള്ള പെട്രോളിംഗ് നടത്തുന്നുണ്ട്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്കും ആ പെട്രോളിംഗിൽ ചേരണം, നിങ്ങൾ എതിർത്താലും എതിർത്തില്ലെങ്കിൽ ഞങ്ങൾ വന്ന് ചേരുമെന്നാണ് പറഞ്ഞത്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പോലും ആവശ്യം വരില്ല. നിക്കോബാറിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. എന്താണ് ആ പ്രോജക്റ്റ്? ചൈന ഇതിനെ എങ്ങനെ തടുക്കും? ഇപ്പോൾ എന്തിനാണ് ചൈന ഇന്ത്യൻ ഓഷനിലേക്ക് വന്നിരിക്കുന്നത്? എന്തായാലും ചൈനയുടെ ഈ ചാരക്കപ്പൽ വാങ്ങിയു 5 ഇത് എന്റെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. എനിക്ക് തോന്നുന്നു 2022 ഹമ്പൻതോട്ട തുറമുഖത്ത് ഇത് വന്ന് ഡോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമ്മളടക്കം ഇത് നിരന്തരം വാർത്തയാക്കിയത്. അന്ന് കൊച്ചി ബേസ് ചെയ്തിട്ടാണ്, കൊച്ചി കേന്ദ്രമാക്കി നിന്നിട്ടാണ് നമ്മുടെ നാവികസേന അടക്കം അതിനെ ബ്ലോക്ക് ചെയ്തത്. അതായത് ഇസ്രായേലിന്റെ സാങ്കേതിക സഹായം കൂടി സ്വീകരിച്ചുകൊണ്ട് നമ്മളിതിനെ ഇത് ചെയ്യുകയായിരുന്നു. എന്താണ്, ജാമർ വെച്ചിട്ട് ജാം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ഇത്. അപ്പൊ അങ്ങനെ 3 മാസത്തെ പര്യവേഷണത്തിനെന്ന് പറഞ്ഞു മതി. പര്യവേഷണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷിപ്പ് വരുന്നത്. പര്യവേഷണത്തിന് വന്ന് കിടന്ന ഈ ചാര ഷിപ്പ് ഒടുവിൽ അവർ ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. കാരണം അവർക്ക് പണികൾ നടക്കുന്നില്ല. ചെറിയ സാധനമല്ല, അത് വലിയൊരു ഷിപ്പാണ്. അതുകൊണ്ട് 3000 കിലോമീറ്റർ അകലെയുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ കേന്ദ്രങ്ങൾ പോലും കണ്ടെത്തുമെന്നൊക്കെയാണ് അത് പറയുന്നത്. അതിനുശേഷം ഈ ഷിപ്പ് ഇവര് നമ്മുടെ മാൽദീവ്സിൽ കൊണ്ട് ഡോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയാണ്. അപ്പൊ നമ്മളും ഈ മാൽദീവ്സും തമ്മിൽ ഇടയ്ക്ക് ഒരു വിഷയമുണ്ടായ സമയത്തായിരുന്നു. അപ്പൊ ഇന്ത്യ പറഞ്ഞ അങ്ങനെ വന്നാൽ പ്രശ്നമാണ് എന്ന് മാൽദീവ്സിന് നമ്മളൊരു വാണിംഗ് കൊടുത്തു. മാൽദീവ്സ് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് വരരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം തീർത്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ വഴി പോയില്ല ആ സാധനം. അതിനുശേഷം ഇത് ഇടയ്ക്ക് വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും വന്നില്ല ഈ സംഭവം. അതിനുശേഷമാണ് നമ്മൾ വിഴിഞ്ഞത്ത് നമ്മുടെ പോർട്ട് വന്നു. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹുഭൂരിപക്ഷം പേർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, എന്നാൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു ഭാഗം നാവികസേനയുടെയാണ്.
അവിടത്തേക്ക് ഈ ഉം. പിന്നെ ആരെയും കടത്തി വിട്ടിരുന്നില്ല അതിന്റെ നിർമ്മാണ സമയത്ത്. നമ്മുടെ ഇപ്പൊ ഈ ശ്രീ ബഹുമാനപ്പെട്ട, അങ്ങനെ പറയണമല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ ഉം. പിണറായി വിജയനും എല്ലാരും അവിടെ പോയായിരുന്നു. പക്ഷെ പോയിട്ട് അദ്ദേഹത്തെ ഉം. പോലും ആ ഏരിയയിലേക്ക് കടത്തി വിട്ടില്ല. അത് നേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് അത്. ആ ഒരു ഇത് കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന മുനമ്പിൽ നിൽക്കുന്ന ഒരു പോർട്ടാണ്, ശ്രീലങ്കയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉം. പോർട്ടാണ്. അത് വന്നതോടുകൂടിയാണ് ഈ ശ്രീലങ്കയുടെ ഇന്റർനാഷണൽ പോർട്ടിന് വലിയ ഒരു ഇടിവ് തട്ടിയത്. കാരണം ഈ വലിയ വലിയ ഷിപ്പുകളൊക്കെ വിഴിഞ്ഞത്താണ് ഇനി ഡോക്ക് ചെയ്യാനുള്ള സാധ്യത. നമുക്കത് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. അതുകൂടാതെ ഉം. നരേന്ദ്രമോദി ലക്ഷദ്വീപ് കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ ഒരു നാവികസേനയുടെ റഡാറും മറ്റുമൊക്കെ സ്ഥാപിക്കാൻ നീക്കം നടന്നു. അതിനെ തടയിടാൻ ആദ്യം ഉം. എത്തിയത് സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞിട്ട്, നമുക്ക് പ്രേക്ഷകർക്ക് ഓർമ്മ ഉണ്ടാകും, വലിയ വിഷയമായിരുന്നു. നമ്മുടെ നടീനടന്മാരൊക്കെ ഉം. രംഗത്ത് എത്തിക്കൊണ്ട് വലിയ പ്രശ്നം. അവിടെ BJP-ക്കാർ അവരെ കൊന്നു തിന്നുന്നു, മറ്റേത് തിന്നുന്നു, അവരെ ബീഫ് കഴിക്കാനും ഇത് വലിയ പ്രശ്നം. എന്തായിരുന്നു കാരണം? അവിടെ ഇന്ത്യൻ നാവികസേന അവിടുത്തെ ചില ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിൽ നമ്മുടെ വലിയ റഡാർ സംവിധാനവും മറ്റും നിർമ്മിക്കുന്നതിന്റെ പണികൾ നടന്നു വരികയാണ്. എയർ സ്ട്രിപ്പുകൾ വലുതാക്കുന്നതിന്റെ പണികൾ നടന്നു വരുമ്പോൾ അതിനെ തടയിടണം. അതിന് അവർ മതത്തെ അതെ. കൂട്ടുപിടിച്ചു, ബീഫിനെ കൂട്ടുപിടിച്ചു. വലിയ പ്രശ്നങ്ങൾ ഈ ഉം. രാജ്യത്തുണ്ടായി. ഇത് നമ്മൾ ജനം തിരിച്ചറിയണം. ആരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് തുരങ്കം വെക്കുന്നവർ. ആ പ്രൊജക്ട് വന്നാൽ, അതായത് ലക്ഷദ്വീപിൽ അങ്ങനെ ഒരു വലിയ സൈനിക താവളം വന്നാൽ, നമുക്കറിയാം, പണ്ട് പാകിസ്ഥാനും നമ്മളുമായി യുദ്ധം നടന്നപ്പോൾ ലക്ഷദ്വീപ് ആക്രമിക്കാൻ അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അവർക്ക് കടൽ മാർഗം എത്താനും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പടിഞ്ഞാറൻ ഏരിയ. അവിടെ ഒരു പോർട്ട് വന്നാൽ നമുക്ക് സുരക്ഷ കൂടുതൽ ശക്തമാകും. പ്രത്യേകിച്ച് ശ്രീലങ്ക, ഇറാൻ വഴി വരുന്ന മയക്കുമരുന്ന് കടത്തുകൾ, ഒപ്പം തന്നെ ഈ അഫ്ഗാൻ തീരങ്ങൾ വഴി കടന്നു വരുന്ന മയക്കുമരുന്ന് കടത്തുകൾ, പാകിസ്ഥാന്റെ അറ്റാക്കുകൾ, മറ്റ് ആക്രമണങ്ങളെല്ലാം നമുക്ക് സാഹൂതം നിരീക്ഷിക്കാനും മറ്റും കഴിയും. നമ്മൾ അവിടെ നരേന്ദ്രമോദി പോയി അവിടെ കടപ്പുറത്തൊരു കസേര വലിച്ചിട്ട ഫോട്ടോ വന്നപ്പോൾ എന്തുകൊണ്ട് മാൽദീവ്സ് ഇത്രയും വിഷയമുണ്ടാക്കി? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉം. എല്ലാവരും പറഞ്ഞ കാര്യം അവിടെ ടൂറിസം മാൽദീവ്സിന് നഷ്ടപ്പെടുത്താനാണ് മോദി പോയിരുന്നത്. അല്ല, ചൈനയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരുന്നു മാൽദീവ്സ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം അവിടെ ഒരു നാവികത്താവളം വരും എന്നുള്ള കാര്യം ചൈനയ്ക്ക് വ്യക്തമായി തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു നാവികത്താവളം വന്നു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഏരിയ കംപ്ലീറ്റ് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ ഇന്ത്യക്ക് വളരെ എളുപ്പം കഴിയും, അറ്റാക്ക് ചെയ്യാൻ കഴിയും. അവിടെ ചൈനയ്ക്ക് പഴയതുപോലെ കടന്ന് അറേബ്യൻ സമുദ്രത്തിലൂടെ തേരാപ്പാര പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ്, അതായത് ഈ നമ്മളുടെ ഇനി ഉള്ള ഒരു യുഗം എന്ന് പറഞ്ഞാൽ കടലിൽ ആരാധിപത്യം നേടുന്നോ അവനാണ് രാജാവ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ഇപ്പോൾ കപ്പലുകൾ നീറ്റിലിറക്കാൻ തുടങ്ങുന്നത്. അപ്പൊ കടലിൽ നമ്മൾ സ്ട്രെങ്ത് കൂട്ടുന്നതിന്റെ ഭാഗമായിരുന്നു. അതായത് നിർണായകമായ ഒരു പോയിന്റിലാണ് നമ്മളതിപ്പോ കൊണ്ടുവരുന്നത്. ഇപ്പം അവിടെ കണ്ട് 120 പേര് താമസിക്കുന്നുണ്ട്. അവരെ ശരിക്കും അവിടെ താമസിക്കാൻ പോലും യോഗ്യമല്ല. അവിടെ ഒരു റഡാർ മാത്രമാണ് വെക്കുന്നത്. അത് വെക്കുന്നതിനെതിരെയായിരുന്നു ഈ അടുത്ത് വലിയ പുകലൊക്കെ ഉണ്ടായിക്കൊണ്ട്. പക്ഷെ അത് മുങ്ങിപ്പോയി, തണുത്തു പോയി. അതൊന്നാമത്തെ വിഷയം. ഇതാ ഞാൻ പറഞ്ഞു, ഈ രാജ്യത്തിൽ ആരാണ് ഈ തുരങ്കം വെക്കുന്ന ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദ്വീപാണ്. നമ്മുടെ സെല്ലുലാർ ജയിലൊക്കെ ഉള്ള ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ആ ദ്വീപിലാണ് ഇപ്പോൾ ഈ ധനുഷ് പറഞ്ഞ് നമ്മുടെ തുറമുഖം വരാൻ പോകുന്നത്. ആ തുറമുഖം മാപ്പെടുത്ത് നോക്കിയാൽ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. ആ തുറമുഖം വന്നാൽ നമ്മുടെ കിഴക്കൻ ഏരിയ, ഒഡീഷ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള നമ്മുടെ കിഴക്കൻ തീരപ്രദേശങ്ങളും അവിടുത്തെ തുറമുഖങ്ങളും എല്ലാം വലിയ ബിസിനസ് നടക്കുമെന്ന് മാത്രമല്ല, കിഴക്കൻ ഏരിയയിൽ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ മേധാവിത്വമായിരിക്കും ഇന്ത്യക്ക്. കാരണം ഈ പറയുന്ന മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എൻട്രൻസ് ആണ്. അതായത് കിഴക്കൻ ചൈനയിലേക്ക് പോകുന്നതിനും അവിടുന്ന് അവർക്ക് കയറി ഇടനാഴി പോലെ, ആ ഇടനാഴിയുടെ ഫുൾ നിയന്ത്രണം ഇന്ത്യക്കായിരിക്കും. കാരണം കടന്നു പോകണ ഫീസ് തരേണ്ടി വരും. അതൊരു വരുമാന മാർഗമാണ്. അതുപോലെ നമുക്ക് ആ ഏരിയ കംപ്ലീറ്റ് നിരീക്ഷിക്കാൻ പറ്റും. അതിന്റെ ഒരു പ്രൊജക്റ്റുമായി മുമ്പോട്ട് വന്നപ്പോഴാണ് ഇപ്പൊ സോണിയാഗാന്ധിയും ജയറാം രമേശ്, സോണിയാഗാന്ധി ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടേ ഈ അടുത്ത കാലത്തൊന്നും സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു, വന്നിട്ട് പറയുന്നു അത് ചെയ്യരുത്, കാരണം അവിടെ മരം മുറിക്കുന്നു, പരിസ്ഥിതിക്ക് കേടാണ്, ആദിവാസികൾക്ക് കേടാണ്. അതായത് ഇതെന്താണ് അവരുടെ ലക്ഷ്യം? ഞാൻ നേരത്തില്ലേ, ലക്ഷദ്വീപിൽ എന്തായിരുന്നു നടന്നത്? അത് ലക്ഷദ്വീപിൽ BJP കടന്നു കയറുന്നു ആയിരുന്നില്ല, അതിന്റെ ആംഗിൾ മറ്റേതായിരുന്നു. ഇവിടെയും അത് തന്നെയാണ്. പരിസ്ഥിതി എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇത് വരരുത്, ഈ തുറമുഖം വരരുത്, ഇവിടെ നമ്മൾ ശക്തമാകും. ഇതാണ്. ഇനി ഇതിപ്പോ ആൾക്കാർ വരയ്ക്കും രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയാണ്. അല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ യാസിർ മാലിക്, അതായത് കാശ്മീരിലെ ഭീകരവാദികളുടെ തലതൊട്ടപ്പൻ, ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, താൻ ഭീകരന്മാരുമായി ചർച്ച നടത്തി മൻമോഹൻ സിംഗിന് വേണ്ടി. മൻമോഹൻ സിംഗ് എനിക്ക് നന്ദി അറിയിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. അതിനു വേണ്ടിയിട്ട് എന്നെ ചുമതലപ്പെടുത്തിയത് ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായിരുന്നു. ഞാൻ അവിടെ 2005-2006 പോയിട്ട് ഈ ഹാഫീസ് സയ്യിദ് അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. അന്ന് താൻ പറഞ്ഞിരുന്നു മൻമോഹൻ സിംഗിനോട്, അവരെ കൂടെ കൂട്ടിയിരുത്തി ചർച്ച നടത്തിയാലേ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്നു.
മൻമോഹൻ സിംഗ് തനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞത് കാശ്മീരിലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്, ദൂതനാണ് നിങ്ങൾ, പ്രചാരകനാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന്. അതായത് ഈ പറയുന്ന യാസിർ മാലിക്കിനെ വിളിച്ച് അടുത്തിരുത്തി നന്ദി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഭീകരന് പറയുന്നുണ്ടെങ്കിൽ എവിടം വരെ ആയിരുന്നു ആ കളി? കുറച്ചുകൂടി അവർ ഈ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് ഹാഫീസ് സയ്യിദിന്റെ വീട്ടിൽ കയറി അടിക്കുക, ചോദ്യം പറച്ചിലൊന്നുമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഭീകരപ്രവർത്തനം നടത്തി അവന്റെ കുടുംബത്തെ കയറി അടിക്കുന്നത്. അതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാം പറയണം. ഇത് യാസിർ മാലിക്കിന്റെ സത്യവാങ്മൂലമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. അദ്ദേഹം വെറുതെ വാവിട്ട് ഒരു ബൈറ്റ് കൊടുക്കുകയല്ല ചെയ്തത്, സത്യവാങ്മൂലത്തിൽ എടുത്തു പറയുന്ന കാര്യമാണിത്. നമുക്കറിയാം, ഞാൻ മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്, എവിടെയാണ് ഇവന്മാർ ഈ ഹൂറിയത്ത് കോൺഫറൻസിന്റെ കൊമ്പടിച്ചത്? എവിടെയാണ്? 2014 തന്നെ ഒന്നാം പട്ട മോദി മന്ത്രിസഭയുടെ കാലത്ത് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. അന്ന് അവിടെ ഈ ഇലക്ഷൻ നടത്തുന്നതിനെ കുറിച്ചും മണ്ഡല പുനർനിർണയത്തെ കുറിച്ചും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ശ്രീ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം, അതായത് 2014 അദ്ദേഹം വരുന്നത്. അപ്പോ ആ സമയത്ത് ഇതിന്റെ വർഷത്തിൽ എനിക്കൊരു തെറ്റുണ്ട്, പ്രേക്ഷകർ തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തണം. അപ്പൊ ആ സമയത്ത് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി കാശ്മീരിലെ. അപ്പൊ ഫറൂഖ് അബ്ദുള്ളയും കോൺഗ്രസും അടക്കമുള്ളവർ പറഞ്ഞു ഹൂറിയത്തുകാർ ഇത് പങ്കെടുക്കണം, ഹൂറിയത്തുകാർ പങ്കെടുത്തിൽ ഒരു സമാധാനവും കാശ്മീരിൽ. ഓ ശരി എന്നാ വിളിക്കൂ എന്ന് പറഞ്ഞു. ഹൂറിയത്തിന്റെ ഈ പറയുന്ന മാലിക്കും ഗീലിക്കും എല്ലാം കൂടെ വന്നു ഡൽഹിയിൽ. അവിടെ വന്നിട്ട് അമിത്ഷായുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹം പ്ലാൻ അങ്ങ് വിവരിച്ചു. ഇതാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഈ ഹൂറിയത്തിന്റെ നേതാക്കൾ പറഞ്ഞു അത് ഇച്ചിരി ബുദ്ധിമുട്ടാകും അവിടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അമിത്ഷാ എന്താണ് പറഞ്ഞതെന്നറിയാം, നിങ്ങളെ ഇവിടെ വിളിക്കേണ്ടതല്ലായിരുന്നു, ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് വിളിച്ച ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. ഇറങ്ങാൻ ഗെറ്റ് ഔട്ട് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അന്ന് വലിയ വാർത്ത തന്നെയായിരുന്നു മാധ്യമങ്ങളിൽ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹൂറിയത്ത് ഒരു കുന്തോ അല്ലെന്ന് ഈ രാജ്യത്തിന് മനസ്സിലായത്. തല കുമ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ആ ഒരു മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് ഈ ഹുമാരെയൊക്കെ പിണക്കി കഴിഞ്ഞ ഈ രാജ്യം കത്തും, ബോംബ് പൊട്ടും, ഒരു ചുക്കുമല്ല, നീ ഒന്ന് ഇറങ്ങിപ്പോടാന്നാ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ചോദിക്കാൻ വിളിച്ചതല്ല, നിങ്ങളെയും കൂടെ ഞാൻ തിരുത്താൻ ഇവർ പറഞ്ഞുകൊണ്ടിരുത്തിയതാണ്, അല്ലാതെ നിങ്ങളുടെ ഒന്നും കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യം മുമ്പോട്ട് വന്ന്, വേണമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെടികൊണ്ട് ചാകുക. എന്തോ ഇറക്കി വിട്ട് ഇവിടുന്ന്. അന്ന് വലിയ വാർത്തയായിരുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് നാണം കെട്ടവർക്ക് ഇറങ്ങേണ്ടി വന്നു. അന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവന്മാർ വെറും പേടിപ്പിച്ച് നിർത്തുകയായിരുന്ന ആളുകളെ, അല്ലാതെ ഒരു കാര്യവുമില്ല. അതാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാനിപ്പോൾ പറഞ്ഞ 3 ഉദാഹരണമാണ് റീസെന്റ് ആയിട്ട് നടന്നത്. അതായത് ഈ രാജ്യത്തിന്റെ വികസനം പോട്ടെ, വികസനത്തിന് തുരങ്കം വെക്കുന്ന വേറൊരു രീതിയാണ്. എവിടെങ്കിലും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വന്നാലോ, ഇല്ലെങ്കിൽ ഒരു ആണവ നില, ഇപ്പം കേരളം പറയുന്നു, CPMന്റെ മന്ത്രിസഭ പറയുന്നു കേരളത്തിൽ ആണവ നിലയം വേണം, വൈദ്യുതിക്ക് വലിയ ഷോർട്ടേജ് ആണ് എന്ന് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവർ പറയത്തില്ല, തുരങ്കം വെക്കും, സമരം ചെയ്യും. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ സമരങ്ങളും രാജ്യദ്രോഹപരമായിരുന്നു. ഇപ്പൊ ഓരോന്നോരോന്ന് തെളിഞ്ഞു വരുന്നില്ലേ? ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന തുറമുഖത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്, അതിനെ തടയിടാൻ വരുന്നു. ലക്ഷദ്വീപിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ കൊടും ഭീകരൻ യാസിർ മാലിക് പറഞ്ഞിരിക്കുന്നു, ഹാഫീസ് സയ്യിദുമായിട്ടൊക്കെ എന്നെ ചർച്ചയ്ക്ക് പറഞ്ഞു വിട്ട മൻമോഹൻ സിംഗ് ആണ്, അദ്ദേഹം എനിക്ക് അതിന് പ്രത്യേക നന്ദിയും പറഞ്ഞിരുന്നു. ആ ഫോട്ടോ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മൻമോഹൻ സിംഗുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോകൾ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുമായിട്ടൊക്കെ നല്ല ചങ്ങാത്തമായിരുന്നു. അതായത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന, അവർക്ക് പൈസ വേണം, അഴിമതി നടത്തുക. ഈ രാജ്യം എങ്ങനെയോ പോട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. ഞങ്ങൾക്ക് പൈസ വേണം, കട്ടുമുടിക്കണം, ആർഭാടമായി നടക്കണം. അപ്പൊ ഭീകരന്മാരെ ഒതുക്കി നിർത്തണമല്ലോ. ദൈവത്തോടത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചു, എന്നും പൊട്ടിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തണം. പിന്നെ അമേരിക്ക എന്തെങ്കിലും കണ്ണു കിട്ടുമ്പോൾ അവിടെ പോയിട്ട് പിന്നെന്താണ് കാല് പിടിക്കണം, അവിടുന്ന് എന്തെങ്കിലും കിട്ടണം. ഇങ്ങനെ ചുമ്മാതാണോ ഈ കോൺഗ്രസ് വീണ്ടും വീണ്ടും തോറ്റ് തുന്നമ്പാടി വീട്ടിലിരിക്കുന്നത്? കാരണം ഈ ചരിത്രം അറിയാവുന്ന, ഈ വാർത്തകൾ സത്യസന്ധമായി മനസ്സിലാക്കുന്ന അറിവുള്ളൊരു പുതിയ തലമുറ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. യൂത്ത്, അവരെ വഴിതെറ്റിക്കാൻ യുവമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ വലിയ ഭാഗ്യം. കാരണം എന്റെയൊക്കെ ഒരു ഏജിലുള്ള ടീമുകളൊക്കെ ഒരു പരിധി വരെ ഇവമാർക്ക് വഴിതെറ്റിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇവമാർക്ക് കുറച്ചുനാൾ ഭരിക്കാൻ പറ്റിയത്, 10-60 കൊല്ലം. ഇപ്പോഴത്തെ പുതിയ തലമുറ അവന്മാർക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല. കാരണം അവൻ അപ്പോഴേ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഈ ഒരു പോർട്ട് വരുന്നതിന് ഇവർ എതിർക്കുന്നത്, പരിസ്ഥിതിയുടെ പേര് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ എന്ന് ഇവർക്ക് ചിന്തിക്കേണ്ടതായി വരും. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വശം. അവിടെ തുറമുഖം വരിക തന്നെ ചെയ്യും, അതൊരു ഫൈനൽ സ്റ്റേജിലാണ്. ഇതിന്റെ മാപ്പ് ഇതിൽ കാണിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത് സെർച്ച് ചെയ്യാമെങ്കിൽ ഇതിന്റെ മാപ്പ് കിട്ടും. മാപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്തിന്. അതുവഴി ഒരു ഷിപ്പ് മൂവ് ചെയ്യണമെങ്കിൽ പോലും ഇന്ത്യയുടെ പെർമിഷൻ വേണ്ട ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ കിഴക്കും പടിഞ്ഞാറും നമ്മുടെ തീരങ്ങൾ, മറ്റുള്ളവർക്ക് ഒരു ഇതല്ല, തീരങ്ങൾ സുരക്ഷമാക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർക്ക് സംശയം വരും, അമേരിക്കയെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കാല് പിടിക്കുകയാണോ അമേരിക്ക? നാളെ ചിലപ്പോൾ അങ്ങനെയും ചിലർ പറയും.
നമ്മളെ രക്ഷിക്കാൻ അമേരിക്കയെ വിളിക്കല്ല, അമേരിക്കയ്ക്ക് നമ്മുടെ സഹായമാണ് വേണ്ടത് ഈ മേഖലയിൽ. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് ഓഷ്യനിലേക്ക് കയറാനുള്ള ആ ഒരു അറേബ്യൻ ആ ഒരു ഭാഗത്തിൽ ഇന്ത്യ പസഫിക് മേഖലയിലുമൊക്കെ ഇന്ത്യയുടെ ഹെൽപ്പ് കൂടിയേ തീരൂ ചൈനയെ തടയിടാനായിട്ട്. കാരണം ചൈന ഒരു അപ്രമാദിത്യമാണ് ഈ സമുദ്ര മേഖല, അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളൊന്നും അതിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, വലിയ അപ്രമാദിത്യമാണ്. ഇവിടെയാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായമാണ് വേണ്ടത്. ഇന്ത്യക്ക് ആ ഒരു സഹായമില്ല. കാരണം നമുക്കതിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ തീരം രക്ഷിച്ചാൽ മതി. അവർക്ക് അതല്ലല്ലോ അമേരിക്ക. അമേരിക്ക പോലീസാണ്. അമേരിക്കയെ രക്ഷിക്കാനും അല്ലല്ലോ വന്ന് കിടക്കുന്നത്. അവിടെ കിടക്കുന്ന തായ്വാനെ രക്ഷിക്കണം, പലരെയും രക്ഷിക്കണം, അവിടെ കിടന്നു പലരെയും പേടിപ്പിക്കണം. ഇവിടെ ഒരു ബദലായിട്ട് ചൈന വരുമ്പോൾ അവർക്ക് ഒരു കൂട്ട് കിട്ടിയേ പറ്റും. ഇതിനാണ് കോഡ് സഖ്യം രൂപീകരിച്ചത്. കോഡ് സഖ്യത്തിന് മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി കോഡ് സഖ്യം വരും. അല്ലാതെ ഇന്ത്യയെ പോയിട്ട് വരൂ ചൈനയുടെ കപ്പൽ കിടക്കുന്നു അമേരിക്കയെ വിളിക്കുന്നില്ല. അമേരിക്കയ്ക്കാണ് വേവലാതി മുഴുവൻ. നമുക്കുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിന്റെ ഇരട്ടി വേവലാതി അവർക്കാണ്. കാരണം അവർക്ക് ഈ ചൈനയെ തടയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് കോഡ് സഖ്യവും മറ്റും രൂപീകരിച്ചിരിക്കുന്നത്. ഇൻഡോ അമേരിക്കയുടെ സംയുക്ത ഇതുണ്ട്, പിന്നെ ഡേറ്റ കൈമാറ്റമുണ്ട് ഈ സമുദ്രത്തില്. ഇതൊക്കെ എന്തിനാണ് അവർ നടത്തുന്നത് വെച്ചാൽ അവർക്ക് ഭയം കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നടക്കുന്ന ഒരു സംഭവം. ഇപ്പൊ ഈ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ രാജ്യത്തിനെ തുരങ്കം വെക്കുകയും ഇല്ല പിന്നോട്ടടിക്കുകയും ഇല്ല ഈ രാജ്യത്തിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ അടിയറവ് പറയിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു ഇത് പറയുമ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴക്കാർ പറയുന്ന ഒരു കഥയുണ്ട്. കഥയാണോ ചരിത്രമാണോ എന്ന് എനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കുറ്റിയൂരാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു. ഇവിടെ അമ്പലപ്പുഴ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു അതിനകത്ത്. അപ്പം ഈ തീരദേശ പടയില് നാവികസേനയുടെ വലിയ കരുത്തായിരുന്നു അമ്പലപ്പുഴയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ നാവികസേനയുടെ ഒരു തലവനായിരുന്നു ഇദ്ദേഹം. ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഈ സേനാനായകൻ, കഥയാകാം ഒരു പക്ഷേ ഇത്, ഈ പനമ്പ് കൊണ്ട് ഒരു മതിൽ കടപ്പുറത്ത് കെട്ടിയിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ മറ്റേ ഈ ബൈനോക്കറിലൂടെ നോക്കുമ്പോൾ വലിയൊരു മതിലാണ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് നാവികപ്പട പറഞ്ഞത്, നമ്മൾ വിചാരിച്ചാൽ ഈ മതിൽ തകർത്തകത്ത് കയറുക പ്രയാസകരമാണ്. പനമ്പാണത്, പനമ്പ്. ആ പനമ്പിൽ ഇങ്ങനെ കളർ ചെയ്തിട്ട് ഒരു നീളത്തിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് മതിൽ പോലെ. അപ്പോൾ അത് അവർ വളരെ വേഗത്തിൽ പണി തീർക്കുന്നുണ്ട്. പനമ്പല്ലേ, എടുത്തെടുത്ത് വെച്ചാൽ മതിയല്ലോ, കുറ്റിയടിച്ച്. അപ്പം അതുകൊണ്ട് നമുക്ക് ആക്രമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ സേനാനായകൻ അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു കുറ്റി ഊരി മറിച്ച് കാണിച്ചു കൊടുത്തു. അതായത് ഇത് പനമ്പാണ്, മതിലല്ല എന്ന്. അങ്ങനെയാണ് അവർക്ക് കുറ്റിയൂരാൻ എന്നുള്ള പേര് കിട്ടിയെന്ന് പറയുന്നു. ഇത് കഥയാകാം ഒരു പക്ഷെ. അതിനു തുല്യമാണ് ഈ രാജ്യത്ത് ഇവർ ചെയ്യുന്ന പണി. അതായത് ഈ രാജ്യത്ത് ഇപ്പം ചൈനക്കാർക്കൊന്നും ഇവിടെ സമരം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആൻഡമാൻ നിക്കോബാറിൽ പിന്നെ തുറമുഖം പണിയണമെന്നും പറഞ്ഞു. ആ പണി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ വന്നിട്ട് അങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവരുടെയൊക്കെ ഫണ്ടിങ്ങോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഇതിനൊക്കെ ഒപ്പം മാധ്യമങ്ങൾ നിൽക്കുന്നു. ഇപ്പൊ കുറ്റിയൂരാന്റെ കഥ ഞാൻ പറഞ്ഞത്, കുറ്റിയൂരി കാണിച്ചതുപോലെ ഈ രാജ്യത്തിനെ പൊളിക്കാൻ വേണ്ടി ഈ രാജ്യത്തിനകത്ത് തന്നെ ഇങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. കഥയാണ്, ചരിത്രമല്ല. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തിരുത്താം.